السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في دورة الثامنة عشر من سلسلة سورة النساء، وسنتحدث اليوم من آية 55 إلى 100 إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يستوي القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم. فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القاعدين أجرا عظيما درجات منه ومغفرة ورحمة وكان الله غفورا رحيما. إن الذين توفاهم الملائكة ظالمي أنفسهم قالوا فيم كنتم قالوا كنا مستضعفين في الأرض قالوا ألم تكن أرض الله واسعة فتهاجروا فيها فأولئك مأواهم جهنم وساءت مصيرا إلا المستضعفين من الرجال والنساء والولدان لا يستطيعون حيلة ولا يهتدون سبيلا فأولئك عسى الله أن يعفو عنهم وكان الله عفوا غفورا. ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. وإذا ضربتم في الأرض فليس عليكم جناح أن تقصروا من الصلاة إن خفتم أن يفتنكم الذين كفروا إن الكافرين كانوا لكم عدوا مبينا. ഇതിൽ രണ്ട് പദങ്ങളുടെ അർത്ഥമാണ് സ്റ്റുഡൻസ് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്കറിയാത്ത വേറെയും പദങ്ങളുണ്ടാകാം, എനിക്ക് വായിച്ച് നോക്കാത്തതുകൊണ്ടായിരിക്കണം. എന്തായാലും ഒരുപാട് പദങ്ങൾ അറിയാത്തതില്ല. ഞാൻ കുറച്ച് പദങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ആ പദങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാത്തതല്ല. ചിലതൊക്കെ ഞാൻ വെറുതെ കൊടുത്തിരിക്കുകയാണ്. കാരണം ചില പുതിയ ആൾക്കാരുണ്ടായിരിക്കാം എന്നതുകൊണ്ട്. ലാ യസ്തവിൽ ഖാഇദൂൻ. യസ്തവിയുടെ ഫിഅൽ മാദി എന്താ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സുമ്മ ഇസ്തവ അലൽ അർശ് അല്ലേ? സുമ്മ ഇസ്തവ ഇലസ് സമാഇ. സുമ്മ ഇസ്തവ ഇലസ് സമാഇ. അപ്പൊ അവിടെ എന്തായിരുന്നു? ഇലസ് സമാഇ. ഇസ്തവ ഇലായും ഇസ്തവ അലായും അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഇത് രണ്ടുമല്ല. ഇസ്തവ ഇല എന്ന് പറഞ്ഞാൽ എന്താണ്? സുമ്മസ്തവ ഇലസ് സമാഇ, ആകാശത്തിലേക്ക് തിരിഞ്ഞു, അതിലേക്ക് തിരിഞ്ഞു എന്നാണ്. ഇസ്തവ അലൽ അർശ് എന്ന് പറഞ്ഞാലോ? അർശിൽ ആരോഹണം. അർശിൽ ഉപവിഷ്ടനായി അല്ലെങ്കിൽ ആരോഹണം ചെയ്തു.
ഇവിടെ എന്താ, ഇവിടെ ഇലയും ഇല്ല അലയും ഇല്ല, രണ്ട് പ്രിപ്പോസിഷനും ഇവിടെ ഇല്ല, വിത്തൗട്ട് എനി പ്രിപ്പോസിഷൻ ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ലാ യസ്തവി എന്ന് പറഞ്ഞിട്ട് ആര് എന്ത് എന്നത് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അൽ ഖാഇദൂൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താണ് ലാ യസ്തവി, ഇസ്തവ യസ്തവി സമമായി, സമമായി. രണ്ടാമത് ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ ചോദിക്കാത്ത വാക്കുകളുടെ അർത്ഥം ഞാൻ തന്നിട്ടുണ്ട്. മൊത്തം അർത്ഥം 101 മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്തുകളുടെ അർത്ഥം. അപ്പൊ ഇസ്തവ യസ്തവി സമമാകും, ലാ യസ്തവി സമമാകും എന്ന അർത്ഥത്തിൽ പല സ്ഥലങ്ങളിലും സവാ എന്നുള്ള അർത്ഥത്തിൽ നിന്ന് വന്നാണോ അത്? സവാ സമമാണ്, ഇസ്തവ സമമായി, അതാണ് തുല്യമായി സമമായി. ലാ യസ്തവിൽ ഖാഇദൂന, ഇരിക്കുന്നവർ സമമാവുകയില്ല, മിനൽ മുഅ്മിനീന, വിശ്വാസികളിൽ നിന്നും, ഗൈറു ഉലി ദറരി, ദററില്ലാത്ത, ദറർ എന്താ ബുദ്ധിമുട്ട്, ദറ യദുറു ബുദ്ധിമുട്ടിച്ചു, ദറർ ബുദ്ധിമുട്ട്, ഗൈറു ഉലി ദറർ ബുദ്ധിമുട്ടില്ലാത്തതായ നിലയിൽ, അല്ലെങ്കിൽ എക്സ്ക്യൂസ് ഇല്ലാത്തവരായ നിലയിൽ, വൽ മുജാഹിദൂന, ലാ യസ്തവിൽ ഖാഇദൂന വൽ മുജാഹിദൂന, ഇരിക്കുന്നവരും ജിഹാദ് ചെയ്യുന്നവരും സമമാവുകയില്ല. കാരണം കൂടാതെ ജിഹാദ് ചെയ്യാതെ ഇരിക്കുന്നവരും ജിഹാദ് ചെയ്യുന്നവരും സമമാവുകയില്ല. ലാ യസ്തവിൽ ഖാഇദൂന വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം. അപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അൽ ബഖറ മുതൽ വരുമ്പോഴേ. ഫീ സബീലില്ലാഹി, അള്ളാന്റെ മാർഗത്തിൽ, ബിഅംവാലിഹിം വഅൻഫുസിഹിം, ആദ്യം തഖ്ദീം ചെയ്തത് അല്ലെങ്കിൽ മുൻഗണന കൊടുത്തത് എന്തിനാണ്? ബിഅംവാലി, സ്വന്തം ശരീരം കൊണ്ട് പടവെട്ടാൻ സന്നദ്ധമായാലും ചിലർ പണം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, പോക്കറ്റിൽ കൊണ്ട് പണം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പണം ഒരുപാട് വേണ്ടി വരും ജിഹാദിന്, അതങ്ങോട്ട് കൊടുക്കണം, അതിന് മുൻഗണന കൊടുത്തിരിക്കുന്നു. നഫ്സിനും എന്ത് ചെയ്തിട്ട്, നഫ്സും പറഞ്ഞിട്ടുണ്ട്, ശരീരം കൊണ്ടും സ്വമേധയാണ്, സ്വയം അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വയം തന്നെ ഇറങ്ങിത്തിരിക്കുക, അതേപോലെ സമ്പത്ത് വ്യയം ചെയ്യുക. അങ്ങനെ വ്യയം ചെയ്യുന്നവരും അനങ്ങാതിരിക്കുന്നവരും ഒരിക്കലും സമമാവുകയില്ല. പിന്നീട് ഇവിടെ വളരെ നല്ല ഒരു ഉത്കൃഷ്ടമായ ഒരു അവതരണ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഒരാളെ അപഹേളിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നതിന് പകരം സ്വീകരിക്കുകയാണ് ഒരു വിശിഷ്ടമായ ഉപമയാണ്, അല്ലെങ്കിൽ വചന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഫദ്ദല അല്ലാഹുൽ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം. ഫദ്ദല അവതാരം ചെയ്തൊന്നല്ല, ശ്രേഷ്ഠത നൽകി. അല്ലാഹ് അൽ മുജാഹിദീന, അല്ലാഹ് ശ്രേഷ്ഠത നൽകി. ആർക്ക്? അൽ മുജാഹിദീൻ. അപ്പൊ മുജാഹിദീൻ എന്തുകൊണ്ട് ഈന വന്നു? കർമ്മത്തിന്റെ സ്ഥാനത്ത് മഫ്ഊലുൻ ബിഹി ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ സാങ്കേതിക പദങ്ങളാണ് പറയുന്നത്. ക്ലാസ് എടുക്കുമ്പോൾ ജൂനിയേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെതായ രീതി പറയാം. നമ്മൾ എന്താണ് പഠിച്ചത് ആ പഠിച്ച രീതി പറയാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. നമ്മൾ പറയുന്നതെല്ലാം സാങ്കേതികപരമായ രീതി, കാരണം അങ്ങനെ മനസ്സിലാക്കി പോകണം. നേരെ അടുത്ത തലത്തിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പഴയ അവസ്ഥയിലായി. അടുത്ത തലത്തിലേക്ക് പോകണം. പിന്നെ നിങ്ങൾ ഗ്രാമറൊക്കെ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്തിട്ട് ഗ്രാമർ ഡൗട്ട് ഉണ്ടെങ്കിൽ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. അറബിയിൽ തന്നെ ഗ്രാമർ വരും, അറബിയിലുള്ള ഗ്രാമർ പഠിക്കണം കേട്ടോ, വേറെ ലാംഗ്വേജിൽ പോലും അറബിയിലെ ഗ്രാമർ. ഇനി നമ്മൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒന്നും ഗ്രാമർ റെഫർ ചെയ്യരുത്. ഇനി റെഫർ ചെയ്യുന്ന ഗ്രാമർ എല്ലാം എന്ത് ചെയ്യണം? എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാന വാഹവാത്തുക, ഇന്ന വാഹവാത്തുക. അപ്പൊ അത് നമ്മൾ വേറൊരു വൈഡ് റേഞ്ചിലേക്കുള്ള അങ്ങ് പോകും, ഓപ്പണിംഗ് ആയിട്ട് പോകും. വേറെ പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ, നമ്മൾ കേൾക്കാത്ത പല ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് ഏത് സൈറ്റാണോ കിട്ടുന്നത് ആ സൈറ്റിലൊക്കെയുള്ള ഉദാഹരണങ്ങൾ വേറെ രീതിയായി. അപ്പോ ഫദ്ദലല്ലാഹുൽ മുജാഹിദീന, അള്ളാഹ് മുജാഹിദുകൾക്ക് ശ്രേഷ്ഠത നൽകി.
ബി അംവാലിഹിം വ അൻഫുസിഹിം എന്നിട്ട് വീണ്ടും എടുത്തു പറഞ്ഞു, തങ്ങളുടെ ധനം കൊണ്ടും നഫ്സ് കൊണ്ടും യുദ്ധം ചെയ്തതായ, ജിഹാദ് ചെയ്തതായ, ജിഹാദ് ചെയ്ത മുജാഹിദുകൾക്ക് അള്ളാഹ് ശ്രേഷ്ഠ നൽകിയിട്ടുണ്ട്. അലൽ ഖാഇദീന, അപ്പോ മുജാഹിദീന എന്ത് സ്ഥാനത്താണുള്ളത്? കർമ്മത്തിന്റെ സ്ഥാനത്ത് വന്നപ്പോ എന്താ അടയാളം കൊടുത്തത്? മഫ്ഊൽ ബിഹി എന്ത് വേണം അടയാളം? കൊണ്ട് നസ്ബി ചെയ്തു. ഇവിടെയോ അലൽ ഖാഇദീന വന്നപ്പോൾ അല വന്നതുകൊണ്ട് ഈന കൊണ്ട് നസ്ബല്ല, അല മറ്റേ റഫ് തന്നെയാണ്. റഫ് ആണെങ്കിൽ ഊനയാണ് കേട്ടോ. അലൽ ഖാഇദീന ദറജതൻ എന്ത് കൊടുത്തു? പദവിയാൽ ശ്രേഷ്ഠത നൽകി. ദറജത്തൻ പദവിയാൽ, ഡിഗ്രി, ഗ്രേഡ്, പ്രത്യേക ഗ്രേഡ് നൽകിക്കൊണ്ട് അവരെ ചെയ്തിട്ടുണ്ട്, അവർക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, വകുല്ലൻ എല്ലാവർക്കും വഅദല്ലാഹുൽ ഹുസ്ന. അപ്പൊ വഅദല്ലാഹുവിന്റെ മഫ്ഊൽ ബിഹി മുഖദ്ദമാണെന്ത്? കുല്ലൻ. കുല്ലൻ എല്ലാവർക്കും. ഹുസ്ന എന്താണ്? മഫ്ഊൽ ബിഹി സാനിയാണ്. കുല്ലൻ എല്ലാവർക്കും വഅദല്ലാഹു കുല്ലൻ എല്ലാവർക്കും അള്ളാഹ് വാഗ്ദാനം ചെയ്തു. അള്ളാഹ് വാഗ്ദാനം ചെയ്തു. ആർക്ക് വാഗ്ദാനം ചെയ്തു? കുല്ലൻ എല്ലാവർക്കും. അപ്പൊ ആ കുല്ലൻ എന്ത് ചെയ്തു? മുൻതിച്ചു പറഞ്ഞു. കാരണം എന്താ? എല്ലാവർക്കും അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉത്തമമായ പ്രതിഫലം നൽകുന്നുണ്ട്. ചിലപ്പോ ഇരുന്നവർ, ജിഹാദിന് പോകാതെ ഇരുന്നവർ, അബ്ദുല്ലാഹിന് ഉമ്മു മക്തൂമിനെ പോലെ കണ്ണു കാണാത്തവരും അല്ലെങ്കിൽ വേറെ ചില ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്കും അള്ളാഹു ശ്രേഷ്ഠത നൽകുന്നുണ്ടല്ലോ, ഹുസ്ന നൽകുന്നുണ്ട്. അപ്പൊ കുല്ലൻ എല്ലാവർക്കും വഅദല്ലാഹു അള്ളാഹു വാഗ്ദാനം ചെയ്തു. എന്ത് വാഗ്ദാനം ചെയ്തു? ഹുസ്ന വാഗ്ദാനം ചെയ്തു. അപ്പൊ ഹുസ്ന മഫ്ഊലുൻ ബിഹി സാനിൻ മൻസൂബിന്റെ സ്ഥാനത്താണ്, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. രണ്ടാമത്തെ മഫ്ഊൽ ബിഹിയാണ്, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ നസ്ബ് ഇവിടെ കാണില്ല. ഹുസ്ന എന്ന് പറഞ്ഞെടുത്ത അവസാനം യായാണ് അല്ലെങ്കിൽ അലിഫാണ്. അലിഫ് മക്സൂറയാണ്. അപ്പൊ അവിടെ കാണാൻ പറ്റില്ല. അതിന്റെ മുകളിൽ അലിഫ് ഇട്ടിരിക്കുന്നത് യാ അല്ല ഉച്ചരിക്കേണ്ടത്, ഹുസ്ന എന്ന അലിഫാണ് ഉച്ചരിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോ അവിടെ ജിഹാദിന് പോകാതെ ഇരിക്കുന്നവരും ജിഹാദ് ചെയ്യുന്നവരും ഒരിക്കലും സമമാവുകയില്ല. അങ്ങനെ ജിഹാദ് ചെയ്യുന്നവർക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, പ്രത്യേക ഗ്രേഡ് നൽകിക്കൊണ്ട്. പ്രത്യേക ദറജതൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഗ്രേഡ് നൽകിക്കൊണ്ട് അള്ളാഹ് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. പിന്നീട് പറഞ്ഞു കുല്ലൻ വഅദല്ലാഹു ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു ഹുസ്ന എന്ന് പറഞ്ഞത് എന്ത് ഗ്രേഡാണ്? ഹുസ്ന എന്ന് പറഞ്ഞത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതിന്റെ മുദക്കർ അപ്പൊ അഹ്സനാണ്, ഉത്തമമായ പ്രതിഫലം നൽകുന്നു. അത് നോക്കിയാൽ നമുക്ക് അതിന്റെ മീനിങ് കിട്ടും. ഏറ്റവും ഉത്തമമായ പ്രതിഫലം അള്ളാഹ് എല്ലാവർക്കും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഉത്തമമായ പ്രതിഫലം എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുന്നത് എങ്ങനെയാണ്? അവരവരുടെ പ്രവർത്തനത്തിന്, അമലുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഉത്തമമായ പ്രതിഫലം അള്ളാഹ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഫദ്ദലല്ലാഹു മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അളീമ. അൽ ഹുസ്ന എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് എടുത്തു പറഞ്ഞു അള്ളാഹ് എല്ലാവർക്കും ഉത്തമമായ പ്രതിഫലം നൽകും. പക്ഷേ ഫദ്ദലല്ലാഹു മുജാഹിദീന ജിഹാദ് ചെയ്യുന്നവർക്ക് അലൽ ഖാഇദീന ഇരിക്കുന്നവരെക്കാളും അജ്റൻ അളീമൻ മഹത്തായ വമ്പിച്ച പ്രതിഫലം നൽകും. അപ്പൊ അലീമൻ എന്താണ്? അലീമൻ വിശേഷണമാണ്, അജ്റിന്റെ വിശേഷണമാണ്. അജ്റാണ് ഫദ്ദലല്ലാഹു മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ, പ്രതിഫലത്താലാണ് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നത്. അലീമൻ അതിന്റെ അജ്റിന്റെ വിശേഷണമാണ്. അത് ദറജാത്തിൻ മിൻഹു വ മഗ്ഫിറതൻ വ റഹ്മ. ദറജാത്തിൻ
ശ്രേഷ്ഠ പദവികളാണ് അല്ലെങ്കിൽ ഗ്രേഡുകളാണ്. മിൻഹു അവനിൽ നിന്നുള്ള, മഗ്ഫിറത്തൻ അത് കൂടാതെയാണ്, മഗ്ഫിറത്തൻ ദറജാത്തിൻ മിൻഹു അവന്റെ അടുക്കൽ നിന്നുള്ള ഗ്രേഡുകൾ, ഉയർന്ന തരത്തിലുള്ള പ്രത്യേക ഗ്രേഡാണ്. നമുക്കറിയില്ല എന്ത് ഗ്രേഡാണ് കിട്ടുന്നത്. ഓരോരുത്തർക്കും അനുയോജ്യമായ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രേഡ് ആയിരിക്കും ലഭിക്കുക. അത് കൂടാതെ മഗ്ഫിറത്ത് കിട്ടും, വറഹ്മത്തും കിട്ടും. നമ്മൾ ഇന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അള്ളാഹ് പുറത്തു തരും, റഹ്മത്തൻ പിന്നെ കാരുണ്യം കിട്ടും. അപ്പോൾ ജിഹാദ് ചെയ്താലും പുറത്തു കിട്ടാത്ത ചില സംഗതികളുണ്ട്. അതിലൊന്നാണ് കടം. കടം വാങ്ങിയവന്റെ കടം ജിഹാദ് ചെയ്താൽ പോലും അത് അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്യില്ല, കടം കൊടുത്തവൻ വിട്ടുവീഴ്ച ചെയ്യുന്നത് വരെ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹ് അല്ലാതെ, അള്ളയും ഈ ചെയ്ത മനുഷ്യനും അല്ലാതെ വേറൊരാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഗതികളുണ്ടെങ്കിൽ അത് നമ്മൾ ഹക്കടപാടെന്നൊക്കെ പറയും. അങ്ങനെയുള്ളതാണ് ഈ പ്രത്യേകം അത് തീർത്തേ പറ്റൂ. അത് ജിഹാദി ആയതുകൊണ്ടൊന്നും പുറത്തു കൊടുക്കപ്പെടില്ല. ഇതിന് അല്ലാത്ത പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടും. അല്ലാഹു ഗഫൂറർ റഹീമ, കാരണം അള്ളാഹു അധികം പുറത്തു കൊടുക്കുന്നവനും അധികം കരുണ ചെയ്യുന്നവനുമാണ്. ഗഫൂറാണ്. ഗഫൂറിന് ഫഅൂൽ വസിൻ എന്ന് പറയും. അതിന് റഹീം വസിനില്ല, ഗഫീർ വസിൻ എന്ന് പറഞ്ഞ സംഭവമില്ല. അതേപോലെ റഹീമിന് റഹൂം വസിനില്ല. അപ്പൊ ഗഫൂർ വസിന്, ഫഅൂൽ വസിനും ഫഈൽ വസിനും എന്താണ്? ആധിക്യത്തിന്റെ രൂപം സൂചിപ്പിക്കുന്നതാണ്. എല്ലാ ക്രിയകൾക്കും അതേപോലെ എല്ലാ രൂപങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഗഫൂറിന് ഫഅൂൽ രൂപമാണ്, റഹീമിന് ഫഈൽ രൂപമാണ് ആധിക്യത്തിൻ്റെത് ഉള്ളത്. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസിഹിം, ഒരു വിഭാഗം ആൾക്കാർ, നിശ്ചയമായും ഒരു വിഭാഗം ആൾക്കാർ. അങ്ങനെ ആരാണ്? തവഫാഹും, അവരെന്ത് ചെയ്തു? മരിപ്പിച്ചു. വഫ എന്ന് പറഞ്ഞാൽ വഫാത്തായി, തവഫ മരിപ്പിച്ചു. തവഫാഹുമുൽ മലായികത്തു, മലക്കുകൾ മരിപ്പിച്ചു. ചില സ്ഥലത്ത് മലക്കുകൾ മരിപ്പിച്ചു എന്നുള്ളത്, ചില സ്ഥലങ്ങളിൽ അള്ളാഹ് മരിപ്പിച്ചു എന്നുണ്ടാകും. ഏറ്റെടുത്തു എന്നൊരു അർത്ഥമല്ലോ. അതെ, തിരിച്ചെടുത്തു എന്നും അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്. നമ്മളത് ആല് ഇമ്രാനിൽ പഠിച്ചു. ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം, അതെനിക്ക് തോന്നുന്നു ഞാൻ ഇത് ഈ സൂറത്തിന്റെ അവസാനമാണ് വരുന്നത്. ഫലമ്മാ തവഫൈതനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തവഫ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുത്തു എന്നാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് മരിച്ചു എന്നും നമ്മൾ പറയും. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചോളം അവരുടെ റൂഹിനെ തിരിച്ചെടുക്കുന്നതോടുകൂടി അവർ മരണപ്പെടും. റൂഹിനെ തിരിച്ചെടുക്കുക എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അർത്ഥം തന്നതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? തവഫയുടെ അർത്ഥം തന്നില്ലേ? നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. മുമ്പേ പഠിച്ച ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിലുണ്ട്. തവഫ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുത്തു അല്ലെങ്കിൽ മരിപ്പിച്ചു, പൂർണ്ണമായി ഏറ്റെടുത്തു. പൂർണ്ണമായി ഏറ്റെടുത്തു, പൂർണ്ണമായും ഏറ്റെടുത്തു. അൽ മലായികത്തു. അപ്പൊ ഇവിടെ മലക്കുകൾ മുഖേനയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് മലക്കുകൾ ഇവിടെ ഫായിലാക്കി പറഞ്ഞു. അള്ളയാണ് എല്ലാ ഫൈലിന്റെയും എല്ലാ പ്രവർത്തനത്തിന്റെയും കർത്താവ് അള്ളയാണ്. അതുകൊണ്ട് അവിടെ അള്ളാഹ് ചെയ്തു എന്ന് പറയും. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം, ആരെയാണ് അല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം? അല്ലദീന ഒരു വിഭാഗം, തവഫാഹും അവരെ അള്ളാഹ് ഏറ്റെടുത്തു അല്ലെങ്കിൽ അവരെ മരിപ്പിച്ചു, അവരെ മലക്കുകൾ മരിപ്പിച്ചു. അത് ആരെയാണ്? ളാലിമി അൻഫുസിഹിം. ഈ ളാലിമി എന്ന് പറഞ്ഞത് എങ്ങനെ വന്നു? അത് ഏത് വസ്നാണ്? എന്താണ്? അറിയില്ല. അറിയില്ലേ?
ഇലാഫത്ത് ചെയ്താല് ബഹുവചനത്തിന്റെ എന്താണ് പോകുന്നത്? നൂന് നഷ്ടപ്പെടും. നൂന് നഷ്ടപ്പെടും. ഇവിടെ ഇലാഫത്ത് ചെയ്തപ്പോ നൂന് നഷ്ടപ്പെട്ടു. ശേഷമുള്ളതിന് കെസറാണ്, ഒന്നാമത്തിന് അല്ലില്ല. ഓ അൻഫുസിഹിം അതൽ. അൻഫുസിഹിം രണ്ടാമത്തിന് കെസറാണ്. കുറേ ഉണ്ട്. വാലിമീനയെ അൻഫുസിലേക്ക് ഇലാഫത്ത് ചെയ്തു. വാലിമീ അൻഫുസിഹിം തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചവരെന്നാണ് നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ ഇലാഫത്താണ്. നഫ്സിന്റെ അക്രമം ചെയ്തവർ. അൻഫുസിഹിം തങ്ങളുടെ നഫ്സിനോട് പറയില്ല. മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് ഓടെന്നാ പറയാ. പക്ഷെ അറബിയുടെ ഘടന ഇലാഫത്താണ്. മലയാളത്തിലെ ഘടന, മലയാളത്തിലെ വാക്യഘടനയെല്ലാം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അറബിയിലെ വാക്യഘടന ഇലാഫത്താണ് ചെയ്തിരിക്കുന്നത്. വാലിമി അൻഫുസിഹിം. അതിനാണ് ഖുർആൻ ശരിക്കും ആശയം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ലുഗത്തിൽ തന്നെ മനസ്സിലാക്കണം. ബാക്കിയെല്ലാം നമ്മൾ ആശയം മനസ്സിലാക്കാനേ ഉപയോഗിക്കാൻ പറ്റും. ഇതെന്താണെന്ന് ജസ്റ്റ് ആശയം മനസ്സിലാക്കാനേ പരിഭാഷ ഉപകരിക്കുള്ളൂ. യഥാർത്ഥത്തിൽ ലാംഗ്വേജ് പഠിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഇന്റൻസിറ്റിയോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഫോക്കസ്, അത് എത്രത്തോളം തീവ്രമായിട്ടാണ് ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്, എത്രത്തോളം ലളിതമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എത്രത്തോളം ഊന്നി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ലോകത്തിലൂടെ തന്നെ മനസ്സിലാക്കണം. ഖാലു, അപ്പൊ വാലിനി അൻഫുസിഹിം തങ്ങളോട് അക്രമം ചെയ്തവർ, സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തതായ ഒരു കൂട്ടരെ മലക്കുകൾ മരിപ്പിക്കുന്ന സന്ദർഭം. തലഫാഹുമുൽ മലായികത്തു വാലിനി അൻഫുസിഹിം, തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചവരെ മലക്കുകൾ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഖാലു അവർ പറയും. അപ്പൊ അവിടെ എന്താണ്? അല്ലതിന് തവഫാഹുമുൽ മലായികത്തു വാലിനി അൻഫുസിഹിം ഖാലു. അപ്പൊ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഖാലു എന്ന് പറഞ്ഞിട്ട് മാളിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ അറബി ഭാഷയുടെ ശൈലിയാണ്. അത് ഉറപ്പായി സംഭവിക്കും എന്നാണ് അർത്ഥത്തിലാണ് മാളിയിലൂടെ തന്നെ പറയുന്നത്. അങ്ങനെ ശൈലി ഭാഷയിലുണ്ട്. അപ്പൊ അതുപോലെ ഉള്ള ഊന്നിപ്പറച്ചിലുകൾ ഉപയോഗിക്കാൻ വേണ്ടി കൂടിയാണ് അറബി ഭാഷ തന്നെ അന്തിമ വേദഗ്രന്ഥം അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. ഫീമ കുന്തും, ഫീമ ഏതൊരു കാര്യത്തിലായിരുന്നു, ഫീമ ആണ്. അപ്പോ ഹർഫ് ജർ വരുമ്പോ എന്ത് ചെയ്യും? മീമിന്റെ അലിഫ് പോകും, അല്ലെ മായുടെ അലിഫ് പോകും. ഫീമ കുന്തും എന്ത് കാര്യത്തിലായിരുന്നു നിങ്ങൾ എന്ന്. ഖാലു കുന്നാ മുസ്തദഅഫീന. അപ്പൊ ഇവിടെ ഹിജ്റ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞു വന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഹിജ്റ ചെയ്തില്ല? തുടർന്ന് വരുന്നുണ്ട്, ബാക്കി അതിനുശേഷം തുടർന്ന് വരുന്ന നിങ്ങൾ എവിടെ ആയിരുന്നു, നിങ്ങൾ എന്തായിരുന്നു, എന്തുകൊണ്ട്? ഫീമാന്റെ അലിഫ് പോവാൻ കാരണം എന്താ പറഞ്ഞത്? ഹർഫ് ജർ ചേർന്ന് വന്നതുകൊണ്ട്. കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് 3 ചേർന്നില്ലേ? കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് ഈ സെഷനിൽ പഠിക്കുന്നവര്, അഥവാ സൂറത്തുൽ നിസാ പഠിക്കുന്നവര് കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് 3 ലിങ്ക് അയച്ചു തരാം. അത് കയറി നോക്കണം. ഇത് 2-ലുണ്ട് ഉസ്താദേ, അടുത്ത് എടുത്തതുണ്ട്. അതിലാണ് ഇതിലുള്ളത്. അതെ ഇതിലുണ്ട്. ഓക്കെ, ഇതിലുണ്ട്, 2-ലുണ്ട്, 2-ലും ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. അപ്പൊ 2 ചേർന്നവരും ഉണ്ട്. അപ്പൊ 2-ൽ കയറി നോക്കിയാലും മതി. 2-ൽ കയറി ആദ്യം വരെ പഠിച്ചു വരണം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. 3-ൽ കയറിയാൽ ആദ്യം മുതൽ തുടങ്ങുമ്പോൾ കുറെ പോയിട്ടുണ്ട്. അപ്പൊ അതിൽ കയറി 2-ൽ കയറിയാൽ 2-ന്റെ തുടക്കം പോലുള്ള ലിങ്ക് കിട്ടും. അത് അയച്ചു തരാം. ഇപ്പൊ പറഞ്ഞില്ലേ 2-ൽ പഠിച്ചെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് കോമൺ ലിങ്ക് അയച്ചു തന്നിട്ടില്ല. ആ ലിങ്ക് ഇതിനകത്ത് ഷെയർ ചെയ്യും കേട്ടാ. ഇപ്പോഴത്തെ പ്ലേ ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്, തുടക്കം മുതലുള്ള. അത് ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ, അൻനിസാന്റെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് കയറി നോക്കാം. എന്തായാലും നിങ്ങൾ ഉയർന്ന ഗ്രേഡിലാണ്, ഉയർന്ന ദർജയിലാണ് പഠിക്കുന്നത്. അപ്പൊ അതും കൂടെ കയറി നോക്കിയാൽ അതിൽ കുറെ കാര്യങ്ങൾ കൂടി കിട്ടും. ടെക്സ്റ്റ് കിട്ടിയില്ലെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ കൂടെ വാങ്ങി വെച്ചൊന്ന്
ആധികാരികമായിട്ട് തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ പഠിക്കുക, ഔപചാരികമായിട്ട് തന്നെ പഠിക്കുക. ഫീമ കുന്തും, നിങ്ങൾ എന്തിലായിരുന്നു എന്ന് ചോദിക്കുന്നത് താഴെ തുടർന്ന് പറയുന്നുണ്ട്. ഹിജ്റ പോകാത്ത എന്തുകൊണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഖാലു കുന്നാ മുസ്തദഅഫീൻ, ഖാലു അവർ പറഞ്ഞു കുന്നാ മുസ്തദഅഫീൻ. മുസ്തദഅഫ്, ഇസ്തദഅഫ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തി, ദുർബലരാക്കി. ഇസ്തദഅഫ ഇതുപോലെ വാക്ക് നേരത്തെ വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. വന്നിട്ടുണ്ട്. ഏതായിട്ടാണ്? ഏതാണെന്നറിയില്ല, വന്നിട്ടുണ്ട്. മുസ്തദഅഫീൻ, ഇസ്തദഅഫ അടിച്ചമർത്തി അല്ലെങ്കിൽ ദുർബലരാക്കി. കുന്ന മുസ്തദഅഫീൻ, അപ്പം മുസ്തദഇഫുൻ അടിച്ചമർത്തിയവൻ, മുസ്തദഅഫുൻ അടിച്ചമർത്തപ്പെട്ടവൻ. അപ്പൊ എന്തായാലും ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, ഡിപ്രസ്ഡ് ആയിരുന്നു നമ്മൾ. കുന്ന മുസ്തദഅഫീൻ. ഇനി പറയുക എന്തുകൊണ്ട് മുസ്തദഅഫീൻ എന്ന് വന്നു? കാനന്റെ ഖബർ. കാനന്റെ ഖബർ. അപ്പൊ കുന്നയാണ് കാനയുടെ നഹ്നുവാണ് കാനയുടെ ഇസ്ം. കുന്ന ഞങ്ങളായിരുന്നു മുസ്തദഅഫീൻ, ഡിപ്രസ്ഡ് ആയിരുന്നു. ഭൂമിയിൽ ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, ഞങ്ങൾക്ക് ഹിജ്റ പോകാൻ പറ്റില്ലായിരുന്നു. ഖാലു അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ. ഖാലു, അപ്പോൾ മലക്കുകൾ പറയും അലം തകുൻ അർളുല്ലാഹി. അപ്പൊ തകുൻ എങ്ങനെ വന്നു? തക്കൂനയുടെ നാ കളഞ്ഞു. തകുനയുടെ നാ കളഞ്ഞോ? നം വന്നതുകൊണ്ട് അല്ല, അറബിൽ എന്ത് സംഭവിച്ചു? എന്റെ വാവ് കളഞ്ഞു. ലം വന്നതുകൊണ്ടല്ലേ? രണ്ട് സുക്കൂൻ വന്നു. അപ്പോൾ ആദ്യത്തെ സുക്കൂനുള്ള അക്ഷരം കളഞ്ഞു. അവിടെ തക്കൂനു എന്ന് പറയുമ്പോ വാവിന് യഥാർത്ഥത്തിൽ സുക്കൂനാണ്, പ്രകടമാകുന്നില്ലെങ്കിലും സുക്കൂനാണ്. സുക്കൂൻ മയ്യിത്ത് എന്ന് പറയും. അതുകൊണ്ട് വാവുകൾ തക്കൂനു അല്ലെങ്കിൽ അപ്പൊ തക്കൂനു എന്നുള്ളത് തക്കുൻ എന്നായി. പിന്നീട് തക്കു എന്നും ഉപയോഗിക്കാം. തക്കും എന്നും തക്കു എന്നും ഉപയോഗിക്കാം. ഈ യക്കു തക്കു എന്നുള്ളൊരു അതെ, ലം നക്കുൻ അല്ല, എന്താണ് ബഗയ്യ എന്ന് പറഞ്ഞാൽ മുമ്പുള്ള ഒരു വാക്ക് മറിയമിൽ വന്നിട്ടുണ്ട്, അന്ന് വായിച്ചു നോക്കാം. വലം അക്കു ബഗയ്യ, വലം അക്കു ബഗയ്യ, വലം അക്കു. അപ്പോ യക്കൂനു തക്കൂനു എന്നൊക്കെ ഉള്ളത് അതേ രൂപം തന്നെയാണ്. അക്കൂനു എന്നാണ് വരേണ്ടത്. അക്കൂനു എന്നുള്ളതിന് അക്കുൻ എന്നായി, പിന്നീട് നൂനും കളഞ്ഞു. വലം അക്കു ബഗയ്യ. അപ്പോ ഖാലു അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ. അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ. വാസിഅത്തിന് എങ്ങനെ നസ്ബ് വന്നു? തക്കുൻ എന്ന് പറയുന്ന കാനയുടെ ഖബർ വാസിഅതൻ. അപ്പൊ അതിന്റെ ഇസ്മ ഏതാണ് അതിന്റെ? തക്കുന്റെ ഇസ്മേതാണ്, കാനയുടെ ഇസ്മ അത്. തക്കൂനൂല് അന്ത ഇല്ല കേട്ടോ. ഈയ തക്കൂനുമാണ്, അറുളുമാണ്. അറുളാണ്. അതിന്റെ ഇസ്മ അറുളായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അതിന് അറുൾ എന്താണ്? അറുള് മുഅന്നസാണ്. അല്ലാഹു തആല വഇദൽ അർളു മുദ്ദത്ത്, ഇതിൽ അർളു മുദ്ദത്ത്. അപ്പൊ എന്തായി? അർള് സ്ത്രീലിംഗത്തിലാണുള്ളത്. അപ്പൊ അലം തകുൻ അർളുല്ലാഹി, അള്ളാന്റെ ഭൂമി
ആയിരുന്നിട്ടില്ലേ വാസിഅത്തൻ വിശാലമായത്. അപ്പൊ അർദ് അതിന്റെ കാനയുടെ ഇസ്മും ഖബർ എന്തായിരുന്നു, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? തക്കൂനു കാന ഉപയോഗിച്ചിട്ട് അർദിനെ കുറിച്ചാണ് പറയുന്നത്. അർദിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വാസിഅത്തായിരുന്നു എന്ന് പറഞ്ഞു, വിശാലമായിരുന്നു. ഭൂമി വിശാലമായിരുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ട്? ഫതുഹാജിറു ഫീഹാ, ഫതുഹാജിറു ഫീഹാ. അപ്പോ തുഹാജിറു എന്ന് പറഞ്ഞത് എന്ത് രൂപമാണ്? തുഹാജിറുവിനെ. പിന്നെ ഞാൻ എവിടെ പോയി? ഫ വരുമ്പോൾ അൻ മറഞ്ഞ് നെസ്ബ് ചെയ്യുകയാണ്. അൻ മറഞ്ഞ് നെസ്ബ് ചെയ്യുകയാണ്. നമ്മൾ അൻ മറഞ്ഞോ ഇല്ല എന്നൊന്നും നമ്മൾ നോക്കണ്ട. ഫ വന്നാൽ എന്താവും? ഫാക്ക് ശേഷം ഫേല മുതാരി വന്നാൽ അതെന്ത് ചെയ്യും? നെസ്ബ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ലാമിന് ശേഷം ലീക്ക് ശേഷം ഫേല മുതാരി വന്നാൽ ഇതായിരിക്കും, നെസ്ബ് ആയിരിക്കും ഉണ്ടാവുക. എങ്ങനെ? ലീക്ക് ശേഷം ഫാക്ക് ശേഷവും ഫേല മുതാരി വരുമ്പോൾ എന്ത് വരും? നെസ്ബ് വരും. അത് ലീ വരുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും? അമ്ര ഗായിബ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? നെസ്ബായിരിക്കും. ഉദാഹരണം വരുമ്പോൾ പറഞ്ഞുതരാം. ഇവിടെ എന്തായാലും എന്താണ്? ഫാ വന്നിട്ടുണ്ട്. ഫാ വരുന്നിടത്ത് എന്താണ്? ഫാ വരുന്നിടത്ത് അൻ മറഞ്ഞ് നെസ്ബ് ചെയ്യും. ഫതുഹാജിറു ഫിഹ. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ഹിജറ ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഹിജറയെ കുറിച്ചാണ്. ഫീമകുന്തും എന്ന് ലാലിമി അംഫുസിഹിം, സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്ത ആൾക്കാരോട് മലക്കൾ ചോദിക്കുന്നത് എന്ത് തരം ചോദ്യമാണ്? അത് ഖബരിയല്ല, അതായത് ഒരു ആൻസറിന് വേണ്ടിയുള്ള ചോദ്യമല്ല. ഹലോ, നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തെ എവിടെ പോയിരുന്നു ചോദിക്കും, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിരുന്നു പറയുന്ന മറുപടിയല്ല. ഇവിടെ മറുപടി പറയുന്നുണ്ടെങ്കിൽ പോലും ചോദ്യം എന്താണ്? ചോദ്യം പരിഹാസദ്യോതകമാണ്. നിങ്ങൾക്ക് ഹിജറ ചെയ്യാമായിരുന്നല്ലോ, നിങ്ങൾ എന്ത് പറ്റി, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നതാണ് മലക്കൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അവര് മലക്കൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത്? മലക്കൾ അവരുടെ റൂഹ് പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യും? അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ആലു അലം തക്കുൻ അർദുല്ലാഹി. അപ്പൊ അവര് പറയും കുന്നാ മുസ്തദഅഫീൻ, ഞങ്ങൾ ഡിപ്രസ്ഡ് ആയിരുന്നു, ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോ ആലു അലം തക്കുൻ അർദുല്ലാഹി വാസിഅത്തൻ, ഭൂമി വിശാലമായിരുന്നല്ലോ, നിങ്ങൾക്ക് പോകാമായിരുന്നല്ലോ. അപ്പൊ ഈ പറയുന്നത് ഹിജറയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഞാൻ പറഞ്ഞു, ഹിജറ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താണ് വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഹിജറ, ജിഹാദ്, അതേപോലെ ഇസ്ലാമിന്റെ കുറെ സാങ്കേതിക വശങ്ങളുണ്ട്. ഈ സാങ്കേതിക വശങ്ങളൊക്കെ മുസ്ലിം ഉമ്മത്ത് കൂടിയിരുന്ന് അവർക്കുണ്ട്. മുസ്ലിം ഉമ്മത്തിന് എന്ത് വേണം? ഒരു നേതൃത്വം വേണം. ആ നേതൃത്വത്തിൽ എന്ത് വേണം? ഒരു ശൂറ വേണം. ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചോളം വ്യത്യസ്ത സംഘടനകളായിട്ടാണ് നിലകൊള്ളുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചോളം ആ സംഘടനകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി വേണം. ഉണ്ടായിക്കോട്ടെ, വ്യത്യസ്ത സംഘടനകൾ ഉണ്ടായിരിക്കോട്ടെ. അൽ ജമാ എന്ന് പറയുന്ന ഒറ്റ സംവിധാനം ഇനി ഉണ്ടാവുക സാധ്യമല്ല. ലോകത്ത് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്ത് വേണം? അൽ ജമാഅത്ത് വേണം. അലൈക്കും ബിൽ ജമാ എന്ന് പറഞ്ഞ അൽ ജമാഅത്ത് ഉണ്ടല്ലോ, ആ അൽ ജമാഅത്ത് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ടാണ് വേണ്ടത്. പക്ഷെ ഇപ്പോൾ ആ അവസ്ഥയല്ല ഉള്ളത്. വ്യത്യസ്ത രാഷ്ട്രങ്ങളായി മാറിയിട്ടുണ്ട്. ആ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ തന്നെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അംഗീകരിക്കാൻ പറ്റും. പക്ഷെ അതോടൊപ്പം അവർക്ക് എന്ത് വേണം? അവർക്ക് കൂട്ടായ ഒരു കോർഡിനേഷൻ കമ്മിറ്റി അല്ലെങ്കിൽ സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനം അവരെന്ത് ചെയ്യണം? ആ സംവിധാനത്തിന് കീഴിൽ അവർ കൂടി ആലോചിക്കണം. ഇന്നത്തെ പരിതസ്ഥിതിയിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്, ആ പ്രശ്നങ്ങളെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം. ആ ചർച്ചയുടെ ഫലമായി ഹിജറ എപ്പോഴാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം രാഷ്ട്രങ്ങളിലാണ് ഹിജറയ്ക്ക് പറ്റിയ സാഹചര്യം ഉണ്ടായത്, ഏത് രാഷ്ട്രങ്ങളിലേക്കാണ് ഹിജറ പോകേണ്ടത്, അതേസമയം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകൽ നിർബന്ധമാക്കിയിരുന്നു. മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകൽ ഹിജ്റ നിർബന്ധമായിരുന്നു. അത് അവിടെ ഒരു സംഘം രൂപപ്പെടുകയും ഒരു രാഷ്ട്രം രൂപീകൃതമാവുകയും ആ രാഷ്ട്രത്തെ സംബന്ധിച്ചോളം അവർക്ക് സപ്പോർട്ട് ആവശ്യമാവുകയും മുസ്ലിങ്ങളെല്ലാം കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ആ സന്ദർഭത്തിൽ ഹിജ്റ നിർബന്ധമാക്കി. പിന്നീട് മക്ക ജയിച്ചിറക്കിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫതഹ് മക്കയ്ക്ക് ശേഷം ഹിജ്റ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ ഹിജ്റ ഇല്ല, ഫതഹ് മക്കയ്ക്ക് ശേഷം ഹിജ്റ ഇല്ല എന്ന് പറയുമ്പോഴും അന്ന് മക്കയുടെയും മദീനയുടെയും അവസ്ഥ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. പിന്നീട് ചില ഹദീസുകളിൽ കാണാം അത് ഖിയാമത്ത് നാൾ വരെയും ഹിജ്റ നിലനിൽക്കും എന്ന്. തൗബ ഉള്ളിടത്തോളം കാലം ഹിജ്റ നിലനിൽക്കും. തൗബ ഖിയാമത്ത് നാൾ വരെയും തൗബയുണ്ടാകും. അതേപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെയും ഹിജ്റ ഉണ്ടാകും. അപ്പൊ ആര് എവിടെ നിന്ന് എപ്പോൾ ഹിജ്റ പോകണം? ഹിജ്റ പോകാത്തവരെ സംബന്ധിച്ചോളം അവർ കുറ്റവാളികളാകും ചില സന്ദർഭത്തിൽ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. നമുക്കറിയാം ഉമ്മു സലമയുടെയും അബൂ സലമയുടെയും കഥ നമുക്കറിയാം. അബൂ ജന്തലിന്റെ കഥ അറിയാം. അവരെന്ത് ചെയ്തു? അവര് ഡിപ്രസ്ഡ് ആയിരുന്നു. അവര് കയ്യാമം വെച്ചിരുന്നു, കാലിൽ വിലങ്ങ വെച്ചിരുന്നു. എന്നിട്ട് പോലും അവരെന്ത് ചെയ്തു? ഹിജ്റ പോയി എന്നാണ് പറയുന്നത്. അബൂജന്തൽ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി കരാർ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് അബൂജന്തൽ വരുന്നത്. നബിയെ എന്നെ കൂടെ കൊണ്ടുപോകണം, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അബൂജന്തൽ വരും. അബൂജന്തൽ എന്ത് അവസ്ഥയിലുള്ളത്? അബൂജന്തൽ ബന്ധനസ്ഥനാണ്. ചങ്ങലയൊക്കെ പൊട്ടിച്ച് എവിടെ നിന്നോ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ആള്, അല്ലെങ്കിൽ തടങ്കലിലാക്കപ്പെട്ടിരുന്ന ആള് അവിടെ നിന്ന് ചാടി വന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും എന്ത് ചെയ്യണം? അവർ ഈമാനുള്ളവർ ഹിജ്റ ചെയ്തിരുന്നു. പക്ഷെ അവിടുത്തെ ഉടമ്പടി പ്രകാരം അബൂജന്തലിനെ അവിടെ ആക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അത് വേറെ കാര്യം. അവര് ആ ഈമാനുള്ളവര് അത്രത്തോളം ഈമാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവസരമുണ്ടായിട്ട് ഹിജ്റ പോകേണ്ട നിർബന്ധിത സാഹചര്യം ഉണ്ടാവുകയും ഹിജ്റ ചെയ്ത് ചെന്നെത്താൻ വേണ്ടിയുള്ള സ്ഥലമുണ്ടാവുകയും ചെയ്താൽ, അങ്ങനെ ഹിജ്റ പോകാതിരുന്നാൽ ജഹന്നം, അവർക്ക് അത് വൻപാപത്തിൽപ്പെട്ടതാണ്. ജഹന്നം, അവരുടെ സങ്കേതം നരകമാണ്. സാഅത്ത് മസീറ, അത് എത്ര മോശമായ അഭയസ്ഥാനം. ഇല്ലൽ മുസ്തദഅഫീന മിനർ റിജാൽ. അപ്പോ എക്സ്ക്യൂസ് ഉള്ളത് ആർക്കാണ്? ഇല്ലൽ മുസ്തദഅഫീന, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അടിച്ചമർത്തപ്പെട്ടവർ, ബന്ധനസ്ഥർ, അവശരായിട്ടുള്ള ആൾക്കാർ ഒഴികെ, മിനർ റിജാലി പുരുഷന്മാരിലും, വന്നിസാഇ പെണ്ണുങ്ങളിലും, വൽ ബിൽദാനി കുട്ടികളിലും പെട്ടവർ. കുട്ടികളാലുമുള്ള എന്നാണ്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമായ ദുർബലരായവർ, ലാ യസ്തതിഊന, അവർക്ക് കഴിയുന്നില്ല, അവർക്ക് കഴിവില്ല, ഹീലത്തൻ, തന്ത്രത്താൽ. ലാ യസ്തതിഊന ഹീലത്തൻ, അവർക്ക് തന്ത്രം കഴിയുന്നില്ല. അവിടെ ഈ ഹീലം എന്ന് പറയുന്നത് കൈതല്ല, മറിച്ച് എന്താണ്? നന്മയിലേക്ക് എത്തിച്ചേരാനുള്ള, നല്ലതായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പ വഴി അല്ലെങ്കിൽ എളുപ്പ വിദ്യ, അതാണ് ഹീലത്ത് എന്ന് പറയുന്നത്. നല്ലതിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൂത്രവിദ്യ, അതാണ് ഹീലത്ത്. അങ്ങനെ ഒരു ഹീലത്ത് അവർക്കില്ല. അങ്ങനെ ഹീലത്തില്ലാതെ അവര് കഴിവില്ലാത്തവരും ദുർബലരും അടിച്ചമർത്തപ്പെട്ടവരും അവശരുമായിട്ടുള്ളവർ, അതെല്ലാം ഈ മുസ്തദഅഫീനിലുള്ള ആശയം വരുന്നുണ്ട്. വലാ യഹ്തദൂന സബീല, അവരെന്ത് ചെയ്യുന്നില്ല, അവർക്ക് മാർഗമൊന്നുമില്ല. വലാ യഹ്തദൂന സബീല എന്ന് പറഞ്ഞാൽ ഹിദായത്തിലാവുന്നില്ല എന്നല്ല പറഞ്ഞില്ല, അവർക്ക് ഒരു വഴിയുമില്ല, ഒരു മാർഗവുമില്ല. വലാ യഹ്തദൂന, അവർ നേർമാർഗം പ്രാപിക്കുന്നില്ല. സബീലൻ, വഴിയാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഹിജ്റ ചെയ്യാൻ വേണ്ടി ഒരു മാർഗവും ഇല്ല. അങ്ങനെയുള്ളവര് അസല്ലാഹു അൻ യഅഫുവ അൻഹും, അല്ലാഹ് അവർക്ക് അൻ യഅഫുവ, എന്തുകൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടു? അൻ വന്നുകൊണ്ട് ഫഅൽ മുളാരിന്റെ അവസാനം നസ്ബ്, ഫഅൽ മുളാരി നസ്ബ് ചെയ്യപ്പെട്ടു. അൻ യഅഫുവ അൻഹും, അവരെ സംബന്ധിച്ച് അല്ലാഹു
അഫ യഫുവിന്റെ അർത്ഥം എന്താ? മാപ്പ് മാപ്പ് കൊടുത്തു. അസല്ലാഹു അൻ യഅഫു അൻഹും, അള്ളാഹ് അവർക്ക് മാപ്പ് കൊടുത്തേക്കാം. വകാന അല്ലാഹു അഫുവൻ ഗഫൂറ, അള്ളാഹു മാപ്പ് കൊടുക്കുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാണ്. ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة. مراغما ومن يهاجر في سبيل الله, അള്ളാന്റെ മാർഗത്തിൽ ഏതൊരുവൻ ഹിജ്റ ചെയ്യുന്നുവോ അവൻ യജിദ് ഫിൽ അർളി, ഭൂമിയിൽ അവന് കണ്ടെത്താൻ കഴിയും. യജിദ് ഫിൽ അർളി, ഭൂമിയിൽ അവന് കണ്ടെത്താൻ കഴിയും. മുറാഗമൻ, അപ്പോ വാക്കർത്ഥം തന്നിട്ടുണ്ട്. റാഗമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹാജറ എന്ന് പറയും, ഹിജ്റ ചെയ്തു. റാഗമയുടെ ഇസ്മ മക്കാനായിട്ടാണ് മുറാഗമൻ ഉപയോഗിച്ചിട്ടുള്ളത്. മുറാഗം വാക്കിന്റെ അർത്ഥം ചോദിക്കുമ്പോൾ നിങ്ങൾ നസ്ബിയപ്പെട്ടതാണെങ്കിൽ നസ്ബിയപ്പെട്ട് ചോദിക്കരുത്. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾക്ക് വാക്കായിട്ട് അർത്ഥം ചോദിക്കാൻ പഠിക്കണം. അപ്പം മുറാഗമുൻ എന്ന് മാത്രം ചോദിച്ചാൽ മതി. അതിന് വേറൊരു വാക്ക് എന്തായാലും ചോദിച്ചത് ഹീലത്തൻ എന്ന് പറഞ്ഞു. ഹീലത്തൻ എന്ന് നസ്ബിയപ്പെട്ട് ചോദിക്കും. എന്തിനാ ഹീലത്തൻ ചോദിക്കണം? നമ്മൾ ആ വാക്ക് മാത്രം അർത്ഥം എടുത്ത് പഠിക്കണം. പിന്നെ അതിൽ നിന്നും നമുക്കിപ്പം മുറാഗമ എന്ന് പറയാ, റാഗമയുടെ മറ്റ് രൂപങ്ങളൊന്നും ഖുറാനിൽ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ സീനിയർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിന്റെ ഇസ്മു മക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇസ്മു മക്കാൻ എന്ന് പറയുമ്പോൾ മുറാഗമൻ കസീറൻ, ധാരാളം അഭയസ്ഥാനങ്ങൾ കണ്ടെത്താൻ പറ്റും, അവർ കിട്ടും. വിശാലതയും കിട്ടും. ഹിജ്റ പോകാനുള്ള കാരണം ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ പ്രതിബന്ധം നേരിടുക. ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കാൻ നിലനിൽക്കുന്ന സ്ഥലത്ത് പ്രതിബന്ധം നേരിടുക. അങ്ങനെ പ്രതിബന്ധം നേരിടുമ്പോൾ എന്താവും? ജീവിതം തന്നെ കുടിസായി മാറും. ആ കുടിസിൽ നിന്നും അവൻ അള്ളാന്റെ മാർഗത്തിൽ ഹിജ്റ പോകാൻ, എനിക്ക് ഇവിടെയുള്ള സ്ഥാനമാനങ്ങളും പദവികളും മനോഹരമായ കെട്ടിടങ്ങളും വീടുകളും ഇതെല്ലാം സുഖ സൗകര്യങ്ങളെല്ലാം വിട്ടേച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് ചിലപ്പോൾ നമ്മൾ സ്വത്ത് കൂടെ കൊണ്ടുപോകുമ്പോൾ ആ സ്വത്ത് കൊണ്ടുപോകാൻ അനുവദിച്ചെന്ന് വരില്ല കൂടെയുള്ളവർ, അല്ലെങ്കിൽ സ്ഥലവാസികൾ. അങ്ങനെ പലതും മക്കയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഹിജ്റ പോകുന്ന സമയത്ത്, നീ ഇവിടെ വെറും കൈയോട് കൂടിയാണല്ലോ വന്നത്, നിന്റെ കയ്യിൽ എന്താണ്? ഈ കെട്ടെന്താ? ഭാണ്ഡം എന്താണ്? അത് എന്റെ സമ്പാദ്യമാണ്. ഈ സമ്പാദ്യം നീ ഇവിടെ നിന്നാണല്ലോ സമ്പാദിച്ചത്, അതുകൊണ്ട് ഇവിടെ ഇട്ടേച്ച് പോകുമോ? അവരവിടെ ഇട്ടിട്ട് പോയി. അത് പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവര് ഹിജ്റ ഒഴിവാക്കിയില്ല. അവരെന്ത് ചെയ്തു? ഈ പണം എനിക്ക് വേണ്ട, എനിക്ക് ദീനാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഹിജ്റ ചെയ്തു പോയി. അങ്ങനെ ഹിജ്റ ചെയ്ത് പോയാൽ എന്ത് സംഭവിക്കും? മുറാഗമൻ കസീറൻ, ഒരുപാട് അഭയസ്ഥാനങ്ങൾ കണ്ടെത്താൻ പറ്റും. പിന്നെ വസാഅതൻ, ഒരുപാട് ഓപ്പണിങ്ങുകൾ കിട്ടും, വിശാലമായി ഒരുപാട് ഓപ്പണിങ് കിട്ടും. ചില ഉദാഹരണങ്ങൾ പറയുന്നത്, ഒരു പക്ഷി ഇരിക്കുന്ന കൊമ്പ് ശിഖരം മുറിച്ചു. പക്ഷി ഇരിക്കുന്ന ശിഖരം എന്ത് ചെയ്തു? മനുഷ്യൻ വന്ന് മുറിക്കുമ്പോൾ പക്ഷി എന്ത് ചെയ്യും? താഴെ വീഴുമോ? പക്ഷി പറന്ന് വേറെ ചിലപ്പോൾ ഫലം നല്ല ആഹാര സാധനങ്ങളൊക്കെ ഉള്ള വേറെ സ്ഥലത്തായിരിക്കും ചെല്ലുക. ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കണമെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചിട്ട് ഇരിക്കുന്ന കൊമ്പ് എന്ത് ചെയ്യണം? മുറിച്ചാലേ പുതിയ സങ്കേതങ്ങൾ കണ്ടെത്താം. അപ്പൊ അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണെങ്കിലും, അതായത് നമുക്കിവിടെ ജീവിക്കാൻ, നമ്മുടെ ദീന കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഇതെല്ലാം കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ടിരിക്കണം? അപ്പൊ ഇരിക്കുന്ന ശീലം മുറിച്ചു കളയണം. അപ്പൊ എന്ത് ചെയ്യും? പുതിയ ഒരുപാട് സ്ഥലങ്ങൾ, മുറാഗമൻ കസീറൻ കിട്ടും. പിന്നെ വസഅതൻ, ഒരുപാട് ഓപ്പണിങ്ങുകളും അവസരങ്ങളും വിശാലതയും കിട്ടും. മൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി സുമ്മ യുദ്രിക്കുഹുൽ മൗത്ത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഓപ്പണിംഗ് ഒന്നും കിട്ടിയില്ല, മുറാഗമൊന്നും കിട്ടിയില്ല എങ്കിലോ
യഖ്റുജ് മിൻ ബൈതിഹി. അപ്പം വമൻ യഖ്റുജിന് എങ്ങനെ ജസ്മു വന്നത്? കണ്ടീഷണൽ മന്നായതുകൊണ്ട്. മന്നാണ്. അപ്പൊ മൻ യഖ്റുജ്, അപ്പൊ അതിന്റെ റിസൾട്ട് നോക്കാം. അങ്ങനെ വരുമ്പോൾ അതിന്റെ റിസൾട്ട് നമ്മൾ നോക്കണം. എന്താണ് അതിന്റെ റിസൾട്ട്? വമൻ യഖ്റുജ്, ഏതൊരുവൻ പുറപ്പെടുന്നുവോ, റിസൾട്ട് എന്താണ്? ثم يدرك الموت فقد وقع أجره على الله فقد وقع أجره. ചേർത്തിട്ട് എന്ത് ചെയ്തു? അത് വക്കാ അജ്റുഹു അലാ അല്ലാഹ്. അപ്പൊ അവന് വിശാലതയിലൊന്നും ചെന്നെത്താൻ പറ്റിയില്ല എങ്കിൽ ഫഖദ് വക്കാ അജ്റുഹു അലാ അല്ലാഹ്, അവന്റെ പ്രതിഫലം അള്ളാന്റെ അടുക്കൽ ചെയ്തിരിക്കുന്നു. വക്കാ, സ്ഥിരമായിരിക്കുന്നു, അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നു. സംഭവിച്ചു വക്കാ. വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി, അവൻ ഹിജ്റ പോയത് എന്തിനു വേണ്ടിയാണ്? അവിടെ വേറെ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇവിടെ എന്തായാലും ഈ ജോലി നഷ്ടപ്പെട്ടാൽ അവിടെ വലിയ വലിയ ജോലികൾ കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല. അവിടെ ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ സ്നേഹിച്ച പെണ്ണ് അങ്ങോട്ട് പോയി, അവളെ കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങോട്ട് പോകാതെ വഴിയില്ല എന്ന് വിചാരിച്ചു. അത് ഇമാം ബുഖാരി ക്രോഡീകരിച്ച ഹദീസിന്റെ ഒന്നാമത്തെ ഹദീസ് അതാണ്. നീയത്തനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ, നീയത്തനുസരിച്ചാണ് പരിഗണിക്കപ്പെടുന്നത്. ഏതൊരുവന്റെ ഹിജ്റ കാനത്ത് ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹയെയും റസൂലിനെയും ഉദ്ദേശിച്ചിട്ടാണ് ഹിജ്റ ചെയ്യുന്നതെങ്കിൽ ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അങ്ങനെയാണ് അവൻ നീയത്താക്കിയതെങ്കിൽ, അവന്റെ മനസ്സിൽ കരുതിയതെങ്കിൽ ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹിജ്റ അള്ളാഹിനും റസൂലിനെയും പ്രതീക്ഷിച്ചായിരിക്കും. ദുന്യവിയായ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ്, യുസീബുഹ, അത് അവന് ബാധിക്കും, അവന് ലഭിച്ചേക്കാവുന്ന ദുന്യവിയായ ഏതെങ്കിലും ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ അവൻ ഏതിലേക്കാണോ ഹിജ്റ ചെയ്തത് അതാണ് അവന് ലഭിക്കുക. അവനവിടെ പിന്നെ അള്ളാഹിന്റെ അടുക്കലുള്ള പ്രതിഫലം ലഭിക്കുന്നത്. അതേസമയമാണ് അള്ളാഹിൻ റസൂലിനെയും പ്രതീക്ഷിച്ചാണ്, റസൂലിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിന് വേണ്ടിയും അള്ളാഹിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ നിറവേറ്റുന്നതിന് വേണ്ടിയുമാണ് പോകുന്നത് എങ്കിൽ അവൻ പിന്നീട് എന്ത് ചെയ്തു? അവിടെ പിന്നെ എന്താണ്? സുമ്മ ഉപയോഗിച്ചിട്ടാണ് മറ്റതുമായി ആത്മഫി ചെയ്തത്. ഏതൊരുവൻ പുറപ്പെട്ടുവോ, പിന്നീട് അവന് ബാധിക്കുകയും ചെയ്തുവോ, പിടികൂടുകയും ചെയ്തുവോ. അപ്പൊ രണ്ടും കൂടെ, മറ്റതിന്റെ ആ കണ്ടീഷന്റെ കൂടെ ഈ കണ്ടീഷനും കൂടെ ചേർന്നു. മരണം അവനെ പിടികൂടുകയും ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ്? അവന്റെ പ്രതിഫലം അള്ളാഹിന്റെ അടുക്കൽ ഉറപ്പായി. അവന് പിന്നെ സ്ഥാനമാനങ്ങളൊന്നും നോക്കിയിട്ട് പോകേണ്ട കാര്യമുണ്ട്. അള്ളാഹുമാർക്ക് തന്നെ പ്രത്യേക ദർജകൾ കിട്ടും. അള്ളാഹു ഗഫൂറർ റഹീം, അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനും. അപ്പൊ ജിഹാദുമായി ബന്ധപ്പെടുത്തി വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത്? അല്ല, ഹിജ്റയുമായി ബന്ധപ്പെടുത്തി വരുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഹിജ്റ ചെയ്യണം. അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് ഖുർആന്റെ സംഗതി. എന്താണ്? മാലയിൽ കോർത്ത കുത്തുമണികളെ പോലെ ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നിങ്ങൾ ഹിജ്റ പോകുമ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു. മുമ്പ് നമ്മൾ വർക്ക് തന്നായിരുന്നു, ലറബ് വെച്ചിട്ട് വർക്ക് ചെയ്യണം. അത് അയച്ചു തരാന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നില്ലേ? ലറബയുടെ വർക്ക് ചെയ്യണം കേട്ടോ, ഞാൻ അയച്ചു തരാം. ലറബ എവിടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് പോയി വായിച്ചു നോക്കിയാൽ മതി. വായിച്ചു നോക്കിയിട്ട് നമുക്ക് കളക്ട് ചെയ്യണം അവിടേക്ക് ഇന്ന അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. പഴയ സിലബസിൽ ഗോൾഡൻ കഴിഞ്ഞിട്ട് ഒരു വലിയൊരു വർക്ക് ഉണ്ട്. പഴയ ബുക്കിലുണ്ട്, പഴയ ബുക്കിൽ ലാസ്റ്റിലുണ്ട്. പഴയ ബുക്കിലല്ല, പഴയ വർക്ക് ബുക്കിലുണ്ട്, ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കില് അതിന്റെ അർത്ഥം മാത്രം. ഞാൻ പറഞ്ഞ അതല്ല. ലറബ ഖുർആനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അത് ആ ആയത്തുകളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് പഴയ വർക്ക് ബുക്കിൽ. ലറബത്തും ഫിൽ അർദി, ലറബ ഫീ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു. ലറബത്തും ഫിൽ അർദി
ഫലൈസ അലൈക്കും ജുനാഹൻ, അങ്ങനെ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഫലൈസ അലൈക്കും ജുനാഹൻ, നിങ്ങൾക്ക് കുറ്റമില്ല. ലൈസ അലൈക്കും ജുനാഹൻ, ജുനാഹൻ കുറ്റം. അൻ തഖ്സുറു, ഖസറ യഖ്സുറു, ചുരുക്കി. അൻ തഖ്സുറു, ഖസറ യഖ്സുറു, ചുരുക്കി. അൻ തഖ്സുറു, അപ്പൊ എന്ത് ചെയ്തു? അൻ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? നൂന് കളഞ്ഞ് നസ്ബ് ചെയ്തു. അഫ്ആൽ ഖംസയിലെ നൂന് കളഞ്ഞ് നസ്ബ് ചെയ്തു. അൻ തഖ്സുറു മിനസ് സ്വലാത്തി, നമസ്കാരത്തിൽ നിന്നും നിങ്ങൾക്ക് ചുരുക്കുന്നതിന് കുറ്റമില്ല. ഇൻ ഖിഫ്തും, നിങ്ങൾ ഭയപ്പെട്ടുവെങ്കിൽ. അൻ യഫ്തിനക്കും, ഫതന യഫ്തിനു, ഫതന യഫ്തിനു മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ഫിത്തന പഠിച്ചിട്ടുണ്ട്. ഫിത്തന അല്ലാതെ ഫതന പഠിച്ചില്ലേ? ആ, യഫ്തിന പഠിച്ചില്ലേ? ഫതന പഠിച്ചോ? ഫതന ബുദ്ധിമുട്ടിച്ചു. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി. എവിടെ പഠിച്ചത്? ഏതോ അമ്പയിലുള്ള ഏതോ സൂറത്താണ്. ബുറൂജില്. അത് തന്നെ, ബുറൂജിൽ പഠിച്ചായിരുന്നു. ഫതനുൽ മുഅ്മിനീന, മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിച്ചവർ, ദ്രോഹിച്ചവർ, പീഡിപ്പിച്ചവർ. പീഡനമെന്നാണ് ഇതിന്റെ ശരിക്കും അർത്ഥം. പക്ഷെ ഇന്ന് ഉപയോഗിക്കുന്ന പീഡനമല്ല, മർദ്ദനം എന്ന അർത്ഥത്തിലുള്ള മർദ്ദനവും പീഡനവുമാണ്. സത്യനിഷേധികൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്ന് നിങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസർ ചെയ്യുന്നതിന് വിരോധമില്ല എന്നാണ് പറഞ്ഞത്. ഈ കസറാണ് പിന്നീട് സഫറിലും അനുവദനീയമാക്കിയത്. ഇവിടെ എന്താണ് കസർ അനുവദനീയമാക്കുന്നതിന്റെ കാരണം? ഇവിടെ കസർ അനുവദനീയമാക്കുന്നത് ഹൗഫിന്റെ സന്ദർഭത്തിലാണ്. ഇപ്പൊ ഹൗഫിന്റെ സന്ദർഭത്തിലും സഫറിന്റെ സന്ദർഭത്തിലും എന്ത് ചെയ്യാം? കസർ ചെയ്യാം. 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായി നമസ്കരിക്കുന്നതിനാണ് കസർ ചെയ്യുക എന്നത്. 4നെ മാത്രമേ 2 ആക്കാൻ പറ്റൂ, വേറെ ഒന്നിനെയും ചുരുക്കാൻ പറ്റില്ല. അതിന്റെ കൂടെ ജംഅം അനുവദനീയമാകും. അപ്പൊ അത് നമ്മൾ വേറെ പ്രത്യേകം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇവിടെ കസറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഹൗഫിലുള്ള കസറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് സഫറിലും അനുവദനീയമാക്കുകയാണ് ചെയ്തത്. അൻ തഖ്സുറൂ മിനസ് സ്വലാത്തി ഇൻ ഖിഫ്തും അൻ യഫ്തിനകും അല്ലദീന കഫറൂ ഇന്നൽ കാഫിരീന കാനൂ ലക്കും അദുവ്വൻ മുബീന. സത്യനിഷേധികൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ശത്രുക്കളാണ്. അതൊരു ഫിലോസഫിയാണ് കേട്ടോ, പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട ഒരു ഫിലോസഫിയാണ്. കുഫ്ർ ചെയ്യുന്നവർ എന്നത് തന്നെ മനസ്സിലാക്കണം. കുഫ്ർ ചെയ്യുന്നവർ, ഇസ്ലാമിനെ കുറിച്ച് അജ്ഞരായവരെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കുഫ്ർ നിലപാട് സ്വീകരിച്ചവർ, ദൈവനിഷേധം തന്നെ ചെയ്യുന്നവർ, സത്യം മനസ്സിലാക്കിയിട്ടും അതിനെ മറച്ചു വെക്കുന്നവർ, സത്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവർ, ന്യായത്തോടും നീതിയോടും എതിരിട്ട് നിൽക്കുന്നവർ, അത് മുഖേന അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു? നന്ദികേട് കാണിക്കുന്നു. അങ്ങനെ നന്ദികേട് കാണിക്കുന്നവർ, കുഫറിന് നന്ദികേട് എന്ന അർത്ഥമുണ്ട്, മറച്ചു വെക്കുക എന്ന അർത്ഥമുണ്ട്, സത്യനിഷേധം എന്ന അർത്ഥമുണ്ട്. ഇങ്ങനെ താത്വികമായി കുഫർ ചെയ്യുന്നവർ, അവരെ സമയത്തോളം എന്താണ്? ലക്കും അദുവ്വൻ മുബീന, പ്രത്യക്ഷമായ ശത്രുക്കളാണ്. അവരെ ഒരു നിലയ്ക്കും നിങ്ങൾ പാട്ടിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കേണ്ടത്. അവര് നിങ്ങളെ പാട്ടിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പറഞ്ഞിട്ടുണ്ട്. അത് കോമൺ പബ്ലിക്കിനെ കുറിച്ചുള്ള സംഭവം. കോമൺ പബ്ലിക്കിനെ കുറിച്ച് പൊതുസമൂഹത്തിൽ നമ്മൾ പ്ലൂറൽ സൊസൈറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്ലൂറൽ സൊസൈറ്റിയിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹം ഏത് മതക്കാരായിരുന്നാലും, ഏത് ജാതിക്കാരായിരുന്നാലും, ഏത് വിഭാഗക്കാരായിരുന്നാലും അവരോട് മാനുഷികമായ നിലപാടിലാണ് സ്വീകരിക്കുന്നത്. അതേസമയം കുഫ്ർ ആയിട്ട് സ്വീകരിച്ചവരെ സമയം ഇന്ന് നമുക്ക് വ്യക്തമായി നമ്മൾ പേരെടുത്ത് പറയാതെ തന്നെ അവരെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അത്തരം ആൾക്കാരെ സംബന്ധിച്ചോളം അവർ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രു തന്നെ. അവരോട് സ്വീകരിക്കേണ്ട നിലപാടായി തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഒരുപാട് വാക്കുകളൊന്നും ഈ പറഞ്ഞതിൽ പുതിയ പദങ്ങളില്ല.
ചില പദങ്ങൾ മാത്രമാണ് വലിയ പദങ്ങളായിട്ട് ഉള്ളത്. അപ്പോൾ അതില് ഇസ്തവ അലയും ഇലയും അല്ലാത്ത ഇസ്തവയെ കുറിച്ച് നമ്മൾ പഠിച്ചു ക്രമമായി. അതേപോലെ ഇസ്തദഅഫ മുമ്പ് പഠിച്ചതാണ്. മുറാഗമ പഠിച്ചു. റാഗമ എന്ന് പറഞ്ഞാൽ ഹാജറ എന്നാണ്, ഹിജ്റ ചെയ്തു. അപ്പം അഭയസ്ഥാനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? റാഗമ ഹിജ്റ ചെയ്തുവെങ്കിൽ മുറാഗമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹിജറ പോവാനായിട്ടുള്ള അനുയോജ്യമായ സ്ഥലങ്ങൾ. ഹിജ്റ ചെയ്ത് ചെന്നെത്താനുള്ള, ഹിജ്റ ചെയ്യപ്പെടാനുള്ള സ്ഥാനം, ഹിജ്റ ചെയ്ത് ചെന്നെത്താനുള്ള സ്ഥാനം. അപ്പം മുഹമ്മദ് യജിദ് ഫിൽ അർദി മുറാഗമൻ ഹാജിർ ഫീ സബീലില്ലാഹി യജിദ് ഫിൽ അർദി മുറാഗമൻ. അത് ഹിജ്റ ചെയ്യുന്നവന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിജ്റ ചെയ്ത് ചെന്നെത്താനുള്ള സ്ഥലങ്ങൾ അവനിക്ക് കണ്ടെത്താൻ കഴിയും. അതിനാണ് അഭയസ്ഥാനം നമ്മൾ ട്രാൻസ്ലേഷൻ കൊടുക്കുന്നത്. റാഗമയ്ക്ക് ഡിക്ഷണറി കൊടുത്തിരിക്കുന്നത് ഹാജർ എന്നാണ്, ഹിജ്റ ചെയ്ത്. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ യഥാവിധി മനസ്സിലാക്കാനും അതിന്റെ ആഴത്തിലിറങ്ങി പഠിക്കാനും ചിന്തിക്കാനും അതിന്റെ പ്രായോഗിക വശങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ഇവിടെ പറഞ്ഞ ഹിജ്റ പോലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കണം. അത്തരം വിഷയങ്ങൾ വായിച്ച് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന സന്ദർഭം പഠിക്കണം. ആരാണ് എപ്പോഴാണ് ഹിജ്റ ചെയ്യേണ്ടത്, ഉമ്മത്ത് മുസ്ലിമ ഒരുമിച്ച് നിൽക്കേണ്ട അനിവാര്യത, ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്താൻ കഴിയൂ. അല്ലെങ്കിൽ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിൽ പാളിച്ച സംഭവിക്കും. അങ്ങനെ പാളിച്ച സംഭവിച്ചാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഉമ്മത്തിന് മൊത്തത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഏതെങ്കിലും ഒരു സംഘടന ഒരു തീരുമാനമെടുത്താൽ ആ സംഘടന അങ്ങനെ തീരുമാനിച്ചല്ലോ എന്ന് വിചാരിച്ചൊക്കെ മറ്റുള്ളവർ അത് ഫോളോ ചെയ്യും. അപ്പോൾ ആ സംഘടന എടുത്ത നിലപാട് തെറ്റാണെങ്കിൽ അതിന് അവരൊന്നടങ്കം ഉത്തരവാദിയാകേണ്ടി വരും. അപ്പോൾ അത് മുഖേന സമൂഹത്തിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകും. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ശരിയായി നിലപാടുകൾ പഠിക്കണം. കൂടുതൽ വായിക്കണം. ഇസ്ലാമിക ചിന്തോദ്ദീപകമായ ലേഖനങ്ങൾ, പല ഹിസ്റ്ററിയും ചരിത്രവും പറയുന്നത് മാത്രമല്ല, ചരിത്രത്തിൽ ഊന്നിക്കൊണ്ടുള്ള വിശകലനങ്ങൾ വരുന്ന ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും വായിക്കണം. ചിന്തോദ്ദീപകങ്ങളായ ലേഖനങ്ങൾ വായിക്കണം. കാര്യകാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പുതിയ ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ വായിക്കണം. അപ്പോഴേ നമുക്ക് പുതിയ ഓപ്പണിങ്ങൾ കിട്ടുള്ളൂ. അതേപോലെ ഖുർആനെ കുറിച്ച് ആഴത്തിൽ വായിക്കണം, മനസ്സിലാക്കണം. അതിനുവേണ്ടി ബോധകമായ അറബി തഫ്സീറുകൾ കേൾക്കുക, വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാം പഴയ ഗ്രന്ഥങ്ങളാണ്. അപ്പൊ പഴയ ഗ്രന്ഥങ്ങളിൽ പുതിയ അവസ്ഥ നമുക്ക് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്ലൂറൽ സൊസൈറ്റിയെ കുറിച്ച് കാണാൻ പറ്റില്ല. അവരെല്ലാം മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ജീവിച്ചവരാണ് അധിക പേരും. വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയ അധിക പേരും. പിന്നെ മലയാളത്തിൽ ലഭ്യമായ ഗ്രന്ഥങ്ങളിൽ പലതും അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. അപ്പൊ പുതിയ സാഹചര്യങ്ങളും പുതിയ സംഗതികളും മനസ്സിലാക്കാൻ വേണ്ടി പഴയതിലൂന്നി നിന്നുകൊണ്ട് തന്നെ ഉള്ളത്. അതിനാണ് സലഫ് സാലിഹുകളുടെ മാർഗം പിൻപറ്റിയ എന്ന് പറയും. പഴയ അടിസ്ഥാനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ പുതിയ വിശകലനങ്ങൾ നടത്തുന്ന അറബി വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ അറബി ഖുർആൻ ദർസുകൾ നമുക്ക് കാണാൻ പറ്റും, ക്ലാസ്സുകൾ കിട്ടും. അതൊക്കെ നമുക്ക് കേൾക്കാം, ചിന്തിക്കാം, പഠിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വൈതരണികളും തടസ്സങ്ങളും തരട്ടെ. ദീനിന് നല്ല സുസ്ഥിരമായ ഭാവി ഉണ്ടാകട്ടെ. ഈ ഖുർആന്റെ വെളിച്ചം ലോകമെമ്പാടും പരത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين.
والحمد لله رب العالمين. إلى اللقاء. السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته.